എടാ ദിസ് ഈസ് ഇതിൽ എടാ ഞാനങ്ങനെ പേട്രിയോട്ട് കണ്ടു. ഇപ്പം പടം ഓൺലൈനിൽ വന്നിട്ടുണ്ട്, C5-ലാണ്. ഞാൻ അങ്ങേയറ്റം ഒരു നെഗ് പ്രതീക്ഷ കണ്ടോണ്ടായിരിക്കും എനിക്കിതൊരു ആവറേജ് വാച്ചിൽ എനിക്ക് തോന്നി. ഈ പടത്തിൽ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളൊക്കെ കൊള്ളാം, പക്ഷേ ഇത് എക്സിക്യൂഷൻ പ്രധാനമായിട്ട് അങ്ങ് പാളി. അത് മാത്രമല്ല, ഈ പടത്തിൽ മറ്റൊരു വില്ലനായിട്ട് ഞാൻ കാണുന്നതെന്ന് വെച്ചാൽ ഇതിൻ്റെ ഹൈപ്പാണ്. ഇത്രയും വലിയ സ്റ്റാർ കാസ്റ്റിനെ കൊണ്ടുവന്ന് ഈ ഒരു രീതിയിൽ ഇൻക്ലൂഡിങ് ദ ട്രെയിലർ അടക്കം വന്ന് സെറ്റ് ചെയ്ത് വെച്ചപ്പം അത്രയും ഒരു സംഭവം പ്രതീക്ഷയെങ്കിലും അതിനുള്ളതൊന്നും ഇതിനകത്തില്ല. ഒരു സ്പൈവെയറിൽ തുടങ്ങി അതിൻ്റെ ദൂഷ്യവശങ്ങളിൽ പോയി, പിന്നെ ഒരു ഫ്രീ ലാപ്ടോപ്പ്, അതിൻ്റെ പിന്നിലെ ഇൻസിഡൻസ് കാര്യങ്ങളെല്ലാം പോയി, അത് കണ്ടുപിടിച്ച ആളെ ട്രൈറ്റർ ഒന്ന് മുദ്രവത്തി, പിന്നെ കുറേ ഇൻസിഡൻസ് അങ്ങനെ 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 അങ്ങ് പോവുകയാണ്. സോ എന്തുവാ ലൈക്ക് പ്രധാനമായിട്ട് കാസ്റ്റിങ്ങിൻ്റെ തന്നെയാണ് പ്രശ്നം. ഈവൻ ഇപ്പം ലാലേട്ടനൊക്കെ അയ്യോ, എന്ന് വെച്ചാൽ വർഷങ്ങൾക്ക് ശേഷം ഇങ്ങനെ രണ്ട് ബിഗ് ഗംസിനെ കിട്ടിയിട്ട് കൊണ്ട് തൊലച്ച ഒരു ഫീലായിരുന്നു. എനിക്കിപ്പോഴും ഞാൻ വിചാരിക്കണമെന്ന് വെച്ചാൽ ഈ തിയേറ്ററിൽ ലൈക്ക് ഓഫ് കോഴ്സ് ലൈക്ക് രണ്ട് ഫാൻസുകാരും വന്നിരുന്ന് കാണുമ്പോൾ ആ ഒരു ഇതിലൊരു പർട്ടിക്കുലർ ലിഫ്റ്റിൻ്റെ ഒരു സീനുണ്ട്, പടം കണ്ടവർക്കറിയാം. എല്ലാവരും ഒരു മാസ് പ്രതീക്ഷിച്ചുകൊണ്ടിരുന്നതായിരിക്കും. ഓക്കെ, ആ ഒരു ഇതിലെ ഒരു എൻട്രി പ്രതീക്ഷിച്ചുകൊണ്ടിരുന്നപ്പോഴായിരിക്കും അതിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ട് നടന്നത്. ഇതൊരു എന്താ ഒരു ക്ലാസ് പടം എന്നുള്ള രീതിയിൽ ഇത് ആക്ച്വലി ഇത് ട്രീറ്റ് ചെയ്തിരുന്നെങ്കിൽ കുറച്ചും കൂടെ നന്നായിരുന്നു എന്ന് എനിക്ക് തോന്നി, ഫ്രം മൈ സൈഡ് പേഴ്സണൽ. സോ എന്ന് വെച്ചാൽ ഇത് അങ്ങനെയാണ്. അപ്പോൾ ഇവർ രണ്ടുപേരും വർഷങ്ങൾക്ക് ശേഷം ഒരുമിച്ചു പോരാത്തതിന് ലൈക്ക് ആക്ഷൻ സൈഡ്സ് കാര്യങ്ങളൊക്കെ വെച്ച്, ഇൻക്ലൂഡിങ് മറ്റേ ആ കാറിൽ പോകുന്ന ആ ഒരു തോക്ക് വെച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു ഷോട്ടൊക്കെ കണ്ടപ്പം എന്ന് വെച്ചാൽ അത്രയും കിടിലമാണ്. ഈവൻ ഞാൻ വരെയും ലൈക്ക് അത്രയും ഗംഭീര ഒരു സംഭവമായിരിക്കും എന്നൊക്കെയാണ് പ്രതീക്ഷിച്ചത്. പക്ഷേ ഒന്നുമില്ല. എന്ന് വെച്ചാൽ പേഴ്സണലി ഒരു ഹൈ തരണ ഒരു സീൻസും പടത്തിൽ എനിക്കുണ്ടെന്ന് തോന്നിയില്ല. പെർഫോമൻസ് വെച്ചായാലും ലൈക്ക് എല്ലാം ഓക്കെ ഒരു ഫീല് മാത്രമായിരുന്നു. പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് വേറൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഡ്യൂറേഷൻ തന്നെയാണ്. 3 മണിക്കൂറുണ്ട്. 3 മണിക്കൂറൊന്നും ഇത് ആവശ്യമില്ല. പക്ഷേ ഇതിൽ എനിക്ക് കൊള്ളാം, സൂപ്പർ എന്ന് തോന്നിയത് എനിക്ക് ഇതിൻ്റെ മേക്കിംഗ് ആണ്. കാരണം ഒരു റിച്ച് ആയിട്ട് ഇത് എടുത്ത് വച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. കൊള്ളാം, അതൊക്കെ നല്ല രീതിയിലുണ്ട്. അപ്പോൾ ഈ പറഞ്ഞ ഫസ്റ്റ് ഹാഫിൽ ഇങ്ങനെ ഓരോരോ ഇൻസിഡൻസ് കഴിഞ്ഞ് പോയി. ഫസ്റ്റ് ഹാഫ് എനിക്ക് പിന്നെ ഒരു ഓക്കെ ആയിരുന്നു, എന്ന് വെച്ചാൽ കുഴപ്പമില്ല. സെക്കൻഡ് ഹാഫ് ആയപ്പോഴാണ് അയ്യോ. പിന്നെ ഇതിനകത്ത് ഇത്രയും വലിയൊരു ബിഗ് ബഡ്ജറ്റിൽ എടുത്ത് വെച്ചേക്കുന്ന പടമാണ്. ഫഹദ് ഫാസിലിൻ്റെ ഒരു DAGing സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നുണ്ട്. ഒരുമാതിരി മറ്റേ മിക്കി മൗസിൻ്റെ ചുണ്ട് ഒരുമാതിരി കൂട്ടി വെച്ചതുപോലെ ഇരിക്കുകയായിരുന്നു. ഇതിനെക്കാട്ടി അങ്ങ് മറ്റേ ക്ലീൻ ഷേവ് ചെയ്ത് അങ്ങ് സെറ്റ് ചെയ്ത് വെച്ചാൽ മതിയായിരുന്നു. ഒരാവശ്യമില്ലാത്ത ഒരിത്. അതുപോലെ തന്നെ കുറേ ക്യാരക്ടേഴ്സ് അൺവാണ്ടഡ് ആണ്. അതുപോലെ തന്നെ മിസ്കാസ്റ്റിംഗ് ഉണ്ട്, പ്രധാനമായിട്ട് നയൻതാര കാസ്റ്റിംഗ്. ലൈക്ക് അതൊക്കെ വേറെ ആർക്ക് വേണമെങ്കിലും വന്ന് ചെയ്യാമെന്നുള്ളൊരു റോളായിരുന്നു. എന്ന് വെച്ചാൽ പുള്ളിക്കാരി തന്നെ വന്ന് ചെയ്യണമെന്നുള്ളതൊന്നുമില്ല. അതിൽ കൂടെ തന്നെ ഒരു തൊലഞ്ഞ ഡബ്ബിങ്ങും എന്ന് പറഞ്ഞാൽ ആ വോയിസ് ഭയങ്കര പ്രായമായിട്ടുള്ള ആരോ പോലെയൊക്കെയാണ് തോന്നുന്നത്. പക്ഷെ അതാണല്ലേ അങ്ങനെ എന്തെന്തൊക്കെയോ അങ്ങനെ മൊത്തത്തിൽ അതാണ് ഇവർ പറയാൻ ഉദ്ദേശിച്ച കാര്യങ്ങളെല്ലാം കൊള്ളാം. ലൈക്ക് നമ്മളെ ഫോണുകൾ കൺട്രോൾ ചെയ്താൽ എങ്ങനെ, അതിനെ പറ്റിയിട്ടുള്ള ഇതൊക്കെ പറയണം, അതെല്ലാം ഓക്കെ. പക്ഷേ ഇതാണ് ഈ പറഞ്ഞ പോലെ മേക്കിങ്ങിന് പിന്നാലെ പോയി അതെങ്ങനെ സെറ്റ് ചെയ്യാം എന്നുള്ള രീതിയിൽ നോക്കിയപ്പോഴേക്കും എഴുത്തിൽ പാളി എന്നാണ് എനിക്ക് പറയാനുള്ളത്. വർഷങ്ങൾക്ക് ശേഷം ഇവരെ ഇങ്ങനെ കിട്ടിയിട്ട് അയ്യോ. എന്നിട്ട് തമ്മിൽ ആരാദ്യം ചാവോ, ഞാൻ ചാവോ നീ ചാവോ, നീ ചാവോ ഞാൻ ചാവോ, ഒന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ ഇനി ചാവണതിൻ്റെ കണക്ക് മാത്രമേ ഇത് പറയാനുള്ളൂ. രണ്ടുപേരും തമ്മിൽ പറഞ്ഞ ഒരു സീൻസ് കണ്ടിട്ട് പോലും ഒരു ഹൈയോ അങ്ങനത്തെ ഒരു ഇതുമില്ല. ഈവൻ മ്യൂസിക് ആണെങ്കിൽ പോലും സുഷിൻ ശ്യാമാണ് ചെയ്തേക്കുന്നത്. അങ്ങനെ ഭയങ്കര ഹൈ തരണം, അല്ലെങ്കിൽ കൊള്ളാം, അല്ലെങ്കിൽ ഒരു വാവ് എന്ന് പറയാനായിട്ട് എനിക്ക് അങ്ങനെ തോന്നുന്നില്ല. ഒരുവിധം 1-2 ഫ്രെയിംസ് എങ്കിലും കണ്ടതെന്ന് പറഞ്ഞാൽ ലൈക്ക് അവരുടെ ആ ഒരു കാർ ചേസിങ്ങിൻ്റെ ഒരു സീനിൽ മാത്രമാണ്. ആൻഡ് ഫഹദ് ഫാസിലോ അയ്യോ ഇല്ലെന്ന് വെച്ചാൽ പുള്ളിക്കാരൻ്റെ ലാസ്റ്റ് ഒരു ഫൈനൽ ഷോട്ടൊക്കെ ഉണ്ട്. എനിക്ക് സത്യം പറഞ്ഞാൽ അത് കണ്ടിട്ട് ചിരിയാണ് വന്നത്. എന്ന് പറഞ്ഞാൽ അതിന് ബിൽഡപ്പ് കൊടുക്കാനായിട്ട് കുറേ പടക്കങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഇടയ്ക്ക് പടക്കങ്ങളൊക്കെ എവിടെ നിന്നാണ് കയറി വന്നത്? എന്ന് വെച്ചാൽ എങ്ങനെ ഇത് എഴുതി പിടിപ്പിച്ച് അല്ലെങ്കിൽ അതങ്ങനെ സെറ്റ് ചെയ്തു എന്നുള്ളതാണ് ഒരു തരത്തിലും ലോജിക്കില്ലാതെ. പിന്നെ കുഞ്ചാക്കോവനെ വെച്ച് നോക്കുമ്പം എന്ന് വെച്ചാൽ അതും ഒരു മിസ്കാസ്റ്റ് എന്ന് വേണമെങ്കിൽ പറയാം. എന്നാലും ഇരിക്കട്ടെ, അറ്റ്ലീസ്റ്റ് പുള്ളിക്കാരന് അവസാനമാകുമ്പോൾ എന്തെങ്കിലുമൊക്കെ ചെയ്യാനെങ്കിലും ഉണ്ട്. എല്ലാം കൊണ്ടും അങ്ങനെ മൊത്തത്തിൽ വൺ ടൈം വാച്ചബിളാണ്. അതിന് മേലെ ഇതിൻ്റെ അകത്ത് വയ്ക്കാനൊന്നുമില്ല. അത് തന്നെ ഉണ്ടാകുന്ന സംശയമാണ് മേ ബി ചിലവർക്കെങ്കിലും. ഓൾറെഡി ഞാൻ ഈ പടവുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ മുന്നേ ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. എൻ്റെ ബക്കറ്റ് ലിസ്റ്റിലൊന്നും ഇല്ല. പക്ഷേ എന്നിരുന്നാലും ലൈക്ക് ഇങ്ങനെ കണ്ടവരുണ്ടെങ്കിൽ അഭിപ്രായം പറയൂ എന്ന് പറഞ്ഞൊരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ എന്നിരുന്നാലും ഞാൻ ഈ പടം തിയേറ്ററിൽ കാണാൻ പോകാത്തത് നന്നായി എന്നെനിക്ക് തോന്നുന്നുണ്ട്. കാര്യം എന്ന് വെച്ചാൽ കാട്ടാളം കണക്കിനായി പോയനെ. എന്ന് വെച്ചാൽ ഹൈപ്പിൻ്റെ കാര്യമാണ് പറഞ്ഞത്. ജോണറൊക്കെ വ്യത്യാസമാണ്, അതുകൊണ്ട് കമ്പയർ ചെയ്യണമല്ല. അതുപോലെ പോരാത്തിന് വർഷങ്ങൾക്ക് ശേഷം ഒരുമിക്കുന്നു എന്നുള്ളതൊക്കെ പറഞ്ഞ രീതിയിൽ തന്നെയല്ലോ തിയേറ്റർ മൊത്തത്തിൽ അണഞ്ഞു പോയനെ. ഞാൻ
പോയിരുന്നത്, അതെങ്കിൽ ഞാൻ നേരിട്ട് വിറ്റ്നസ് ചെയ്യേണ്ടി വന്നേനെ. സോ ഞാൻ പറഞ്ഞില്ലേ, ഈ ഒപ്പീനിയൻ ആയിരിക്കില്ല ബാക്കിയുള്ളവർക്ക്. ചിലപ്പം നല്ല രീതിക്ക് ഇഷ്ടപ്പെട്ടവർ കാണുമായിരിക്കും, ഇതിനെക്കാട്ടി മോശം, ഞാൻ പറഞ്ഞതിനെക്കാട്ടി മോശം രീതിക്ക് ഈ പടത്തിന് എടുത്തവരുണ്ടായിരിക്കും. സോ ഇറ്റ്സ് അപ് ടു യു. ഞാൻ എൻ്റെ ഒപ്പീനിയൻ പറഞ്ഞു, അത്രേ ഉള്ളൂ. സോ നിങ്ങൾ പടം കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായം പറയുക. ആൻഡ് ഈ ചാനലും കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ വളരെ ഉപകാരമായിരുന്നു. അപ്പം അത്രേ ഉള്ളൂ. ദാറ്റ്സ് ഓൾ അബൌട്ട് പാട്രിയോട്ട്.